ഇന്ന് ഈ സായാഹ്നത്തിൽ നിങ്ങളെല്ലാം വിളിച്ചത് ഒരു സന്തോഷകരമായ ഒരു വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി. ഏകദേശം 27 കൊല്ലങ്ങൾക്കപ്പുറം ആലങ്കോട് എന്ന പ്രദേശത്ത് ഒരു സ്വർണ്ണ വ്യാപാരവുമായി ആരംഭിച്ച പ്രസ്ഥാനമാണ് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി. ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങളിൽ ചിലരൊക്കെ അന്നേ നമ്മുടെ ഈ യാത്രയോടൊപ്പം ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരുടെയും ഈ പ്രദേശവാസികളുടെയൊക്കെ അങ്ങേയറ്റത്തെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും, ഒപ്പം തന്നെ ആ കാലം മുതൽ തന്നെ പത്രമാധ്യമങ്ങൾ നമുക്ക് നൽകിപ്പോരുന്ന പിന്തുണ അതെന്നും ഓർമ്മിക്കത്തക്ക ഒന്നുകൂടിയാണ്. അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വലിയൊരു കാരണക്കാരായി. സർവശക്തന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ ആലംകോടിൽ നിന്നും പിന്നെ ആറ്റിങ്ങലേക്ക് വന്നു, ആറ്റിങ്ങലിൽ നിന്ന് പോത്തങ്കോട്ട് പോയി, പിന്നെ തൃശ്ശൂർ സ്ഥാപനം ആരംഭിച്ചു, ഇപ്പോൾ ഗൾഫിലും ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഇന്നിപ്പോൾ വിളിച്ചുകൂട്ടിയതിൻ്റെ ഈ പ്രത്യേകത എന്ന് പറയുന്നത്, ആലങ്കോട് നമ്മൾ ആദ്യം തുടങ്ങിയ ഷോറൂം ഒരു ചെറിയ ഷോറൂമായിരുന്നു. ഇന്നിപ്പോൾ വളരെ വിശാലമായ രീതിയിൽ കസ്റ്റമേഴ്സിന് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ആഭരണങ്ങൾ സെലക്ട് ചെയ്യാനും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഈ സാധനങ്ങൾ അവർക്ക് വാങ്ങാനും വേണ്ടി ഉള്ള സംവിധാനത്തോടു കൂടിയുള്ള ഷോറൂമാണ് ഈ 4-ാം തീയതി ഞായറാഴ്ച രാവിലെ ബഹുമാനപ്പെട്ട മന്ത്രി GR അനിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇന്നിപ്പോൾ ജുവലറി മേഖലയെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയിലേക്ക് മാറിയിരിക്കുകയാണ്. മുൻപ് ആഭരണങ്ങളെന്ന് പറഞ്ഞ ഒരു ഗോൾഡിനെ കുറിച്ച് ഒരു സങ്കല്പം എന്ന് മാത്രമായിരുന്നു. ഇന്നിപ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു ഇൻഡസ്ട്രി, വിവിധ മോഡലുകൾ, വിവിധ ഫാഷനുകൾ, ഓരോ രാജ്യങ്ങൾക്കും ഓരോ കൾച്ചറുണ്ട്. ആ കൾച്ചറിൽ അധിഷ്ഠിതമായാണ് ആഭരണങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങളുടെ രൂപ രീതി ആയിരിക്കില്ല നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന ആഭരണങ്ങളുടെ രൂപം. തൊട്ടടുത്ത് കർണാടകയിൽ മറ്റൊരു മോഡലായിരിക്കും, ഡൽഹിയിൽ ചെന്നാൽ മറ്റൊന്നായിരിക്കും, പഞ്ചാബിൽ ചെന്നാൽ മറ്റൊന്നായിരിക്കും. അങ്ങനെ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ എത്രയോ വിവിധ തരം മോഡലുകൾ, എത്രയോ വ്യത്യസ്ത ഫാഷനുകൾ. അത് കൾച്ചറുമായി ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ കൾച്ചർ ഈ സ്വർണത്തിലാണ്, അവരുടെ രൂപഭംഗിയിൽ അത് അധിഷ്ഠിതമാണ്, അവരുടെ മേക്കിങ്ങിൽ അത് അധിഷ്ഠിതമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്നിപ്പം ഇൻ്റർനെറ്റും മറ്റ് സംവിധാനങ്ങളുമൊക്കെ വ്യാപകമായപ്പോൾ ലോകവ്യാപകമായി ഏതെല്ലാം രാജ്യങ്ങളിലുണ്ടാക്കുന്ന ആഭരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇത്തരം ആഭരണങ്ങൾ പലപ്പോഴും നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. ഇന്ന് അതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലൂടെ തന്നെ ഏത് രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഈ പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് എവിടെ കാണുന്ന ഫാഷനും അറേബ്യൻ ജ്വല്ലറിയിൽ വന്നിട്ട് എനിക്ക് ഈ മോഡലിൽ ഇത്ര ഗ്രാമിൻ്റെ ഒരു ആഭരണം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒട്ടുമിക്ക ആഭരണങ്ങളും നമ്മളെ ഷോപ്പിൽ തന്നെ സ്റ്റോക്ക് കാണും. ഇനി ഇൻ കേസ് നമ്മളെ കയ്യിൽ ഇല്ലാത്ത ഒരു ആഭരണം വന്നാൽ പോലും, ഇപ്പോൾ ഈജിപ്തിലാണോ US-ലാണോ ലണ്ടനിലാണോ ഇരിക്കുന്ന ആഭരണങ്ങൾ പോലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും. അതാണ് ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യയുടെ കൂടെ ഒരു ഉപയോഗമാണത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ആലങ്കോടുള്ള ഈ ഷോപ്പിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു വളരെ ഒരു പ്രത്യേകമായ ഒരു ചാൻസും ഒരു ചോയ്സുമാണ് അറേബ്യൻ ജ്വല്ലറി ആലങ്കോട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ജനങ്ങളെ അറിയിക്കണം, നമ്മളെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെ അറിയിക്കണം. അതുപോലെ നിങ്ങളുമൊക്കെ ഇത് അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ കുടുംബങ്ങളെയൊക്കെ വിസിറ്റ് ചെയ്യാനെങ്കിലും പറഞ്ഞു വിടണം എന്നാണ് ഈ ഒരു മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം.